ഹലോ കൂട്ടുകാരെ, ഞാനിന്നേ വൈകുന്നേരം കഴിക്കാനായിട്ട് വരിക്കച്ചക്ക വെച്ച് ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നോക്കിയപ്പം അരിപ്പൊടി കിട്ടിയില്ല, അപ്പം ഗോതമ്പ് പൊടി ഉള്ളതാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഗോതമ്പ് പൊടി എടുത്ത് ഉണ്ടാക്കാനിരുന്നപ്പോഴെനിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മ വന്നു. എൻ്റെ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബേക്കറി ഒന്നും ഇല്ല, അന്നത്തെ കാലത്ത് ബേക്കറി ഒന്നുമില്ലേ. അപ്പോൾ ഈ ഇലയപ്പോ അല്ലെങ്കിൽ വയനയില വെച്ച് വയനയപ്പോ അല്ലെങ്കിൽ മുട്ടൻ കുഴക്കട്ടയുണ്ടല്ലോ, അതിനകത്ത് തീറ്റയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ പിള്ളേർക്കൊന്നും ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഈ ഇലയപ്പം രണ്ട് പിള്ളേർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇന്ന് ചക്ക കിട്ടിയുണ്ടെങ്കിൽ പിന്നെ ചക്ക വെച്ചങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എൻ്റെ അണ്ണൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദ്യത്തെ ചക്ക, ഈ വർഷത്തെ ആദ്യത്തെ വരിക്കച്ചക്കയാണ്. അങ്ങനെ ഞാൻ ഇലയപ്പം ഉണ്ടാക്കി. ഇലയപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പം ഗ്യാസ് അങ്ങ് തീർന്നു പോയി. പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ച് അടുപ്പ് കത്തിച്ച് വെന്തോന്ന് നോക്കാൻ നോക്കിയപ്പം വെന്തില്ല. പിന്നെ വീണ്ടും മൂടി വെച്ച് പിന്നെ നോക്കിയപ്പം വെന്ത്. പിന്നെ ഞങ്ങൾ ചായയിലൂടെ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് ഇതാക്കാമെന്ന് വിചാരിച്ച്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടല്ലോ. എല്ലാവരും ഞങ്ങളെ സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ കൂട്ടുകാരെ. അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.